അസ്സലാമു അലൈക്കും. എല്ലാ വർഷവും നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നമ്മളെ പറമ്പിൽ പോയി 10ഓളം ഔഷധ ചെടികൾ പറിച്ചെടുത്ത് കഞ്ഞി ഉണ്ടാക്കുന്നത്. തൊട്ടാവാടി, മുയൽച്ചെവി, ചെറുള, ഉഴിഞ്ഞ, പൂവാൻ കുറുന്തല, ചിരുതാളി, നെൽപ്പന, മുക്കൂറ്റി, കിയാർനെല്ലി എന്നിവയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന അരിയാണ് നവരരി. ഇതെല്ലാം കഴുകിയെടുത്ത്, ഈ ഔഷധച്ചെടികൾ കഴുകിയെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല ജീരകം, മഞ്ഞൾപ്പൊടി നന്നായി അരച്ചെടുത്ത് അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്ത് അതിനുശേഷം ഒരു തേങ്ങ ചിരകിയത്, 2 പാൽ, 1-ാം പാൽ 2-ാം പാലും എടുത്ത് വെച്ചതിന് ശേഷം അടുപ്പത്തൊരു ചട്ടി വെച്ച് നമ്മൾ വെള്ളം ചൂടാക്കി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ നവരരി നമ്മൾ കഞ്ഞി വെക്കുന്നതിന് വേണ്ടി വേവിച്ചെടുക്കുക. നല്ല വെന്തതിന് ശേഷം നമ്മുടെ ഈ ഔഷധ കൂട്ട് അതിലൊഴിച്ച് ഒന്നും കൂടി വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഉപയോഗിച്ചാൽ മതി. ഇന്ദുപ്പാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ശേഷം നമ്മൾ 2-ാം പാലെടുത്ത് കഞ്ഞിയിൽ ആഡ് ചെയ്തു. ഒന്നും കൂടി വെന്തതിന് ശേഷം നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. ശേഷം നമ്മൾ 1-ാം പാൽ ആഡ് ചെയ്യുന്നതിന് ലാസ്റ്റ് ഭാഗമാണ് 1-ാം പാൽ ആഡ് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം കൂടുതലായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് തിള വരുന്നതിൻ്റെ മുമ്പ് കുറച്ച് സമയം നമ്മൾ ഇളക്കി അതിനടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം തിള വരാണ്ട് തന്നെ നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ശേഷം നമ്മൾ വറവിടുന്നതിന് വേണ്ടി ചെറിയുള്ളി അരിഞ്ഞെടുത്ത് നല്ല മിൽമ നെയ്യെടുത്തു. അതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്തു. അത് നല്ല മൂത്തതിന് ശേഷം കഞ്ഞിയിലേക്ക് ആഡ് ചെയ്യുക. ശേഷം വിളമ്പാം. നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഏറ്റവും ടേസ്റ്റിയായ കഞ്ഞിയാണ്. നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും അതിലുപരിയായി നല്ല ടേസ്റ്റുള്ള, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ്. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മളത് വിളമ്പി സൂപ്പർ ടേസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.